മാർച്ച് 2025 ചില പ്രധാന സംഭവവികാസങ്ങൾ നോക്കാം. ഈ പഞ്ചായത്തീരാജ് റാങ്കിങ്ങിൽ കേരളം 2ാം സ്ഥാനത്തെത്തിയെന്നൊരു വാർത്തയുണ്ട്. കർണാടകയാണ് ഒന്നാമത്. അതെ. മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കൊല്ലത്തിനും 2ാം സ്ഥാനം തിരുവനന്തപുരത്തിനും കിട്ടി. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ. അപ്പൊ ഇത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുന്നു എന്നതിന്റെ ഒരു സൂചനയാണല്ലേ? അതെ അതെ. ഈ പുരസ്കാരങ്ങളൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ഒരു നിലവാരം വിലയിരുത്താനും നല്ലതാണ്. പക്ഷേ ഒരു ഭരണാധികാരി എന്ന നിലയിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ റാങ്കിങ്ങിനപ്പുറം ശരിക്കും താഴെത്തട്ടിൽ സേവനങ്ങളുടെ ഗുണനിലവാരം അത് ഉറപ്പാക്കുക എന്നതാണ് പ്രധാനം. ശരിയാണ്. ഇതോടൊപ്പം തന്നെ 17 വർഷത്തിനു ശേഷം BSNL, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം, ഒരു 262 കോടി രൂപ ലാഭത്തിലെത്തി. അതിൽ തന്നെ 80 കോടി കേരളത്തിൽ നിന്നാണ്. അതൊരു നല്ല കാര്യമാണ്. അത് ശ്രദ്ധേയമാണല്ലോ. പക്ഷേ KSEBയുടെ കാര്യം നോക്കൂ. റാങ്ക് 32ൽ നിന്ന് 19ലേക്ക് ഉയർന്നു എന്നത് നല്ല കാര്യം. എന്നാൽ സാമ്പത്തിക സുസ്ഥിരത കുറവാണെന്ന് പവർ ഫിനാൻസ് കോർപ്പറേഷൻ സർവേ പറയുന്നു. അപ്പോൾ അങ്ങനെയൊരു കാര്യമുണ്ട്. കാര്യക്ഷമതയും സാമ്പത്തിക ഭദ്രതയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതൊരു വെല്ലുവിളി തന്നെയാണ്. അതെ, അതൊരു പ്രധാന പോയിന്റാണ്. ഇനി സാമൂഹിക രംഗത്തേക്ക് വന്നാൽ അവിടെയും ചില നല്ല കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. ഉന്നത വിദ്യാഭ്യാസത്തിലെ ലിംഗസമത്വം. കേരളം മുന്നിലാണെന്ന് നീതി ആയോഗ്, അതായത് കേന്ദ്ര സർക്കാരിന്റെ പോളിസി തിങ്ക് ടാങ്ക് പറയുന്നു. 50% എൻറോൾമെന്റുകള് പെൺകുട്ടികളുടേതാണ്. അതെ, അതൊരു വലിയ നേട്ടമാണ്. സംസ്ഥാന GDPയുടെ 3.46% വിദ്യാഭ്യാസത്തിനായി ചിലവഴിക്കുന്നതും പ്രധാനമല്ലേ? തീർച്ചയായും. അതുപോലെ പഠിപ്പുരസി എന്നൊരു പദ്ധതിയുണ്ട്. ഗോത്രവർഗ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ പഠിക്കാൻ സമഗ്ര ശിക്ഷാ കേരളം അവസരം കൊടുക്കുന്നു. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ശരിയാണ്. പിന്നെ സ്ഥിരം ജോലിയുള്ള സ്ത്രീകളുടെ എണ്ണം കേരളം ദേശീയ ശരാശരിയേക്കാൾ 18.6%, എത്രയോ മുന്നിലാണ്, 47.4%. അതുപോലെ അഗ്നിശമന സേനയുടെ ഗാനറ്റ്സ് എന്ന വനിതാ ഡീപ്പ് വാട്ടർ റെസ്ക്യൂ ടീം 17 പേരുണ്ട്. അതും ഒരു പുതിയ ചുവടുവെപ്പാണ്. ശരിയാണ്. കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നൽകുന്ന ഹൃദയം പദ്ധതി വഴി 8000 കുട്ടികൾക്ക് സഹായം കിട്ടി. അതൊക്കെ വലിയ നേട്ടങ്ങൾ തന്നെ. അതെ അതെ. ആർദ്രം മിഷന്റെ ഭാഗമായി കേരള കെയർ വഴി പാലിയേറ്റീവ് സെന്ററുകളെ ബന്ധിപ്പിക്കുന്നതും സാമൂഹ്യക്ഷേമത്തിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ പദ്ധതികളുടെയൊക്കെ ഒരു സുസ്ഥിരമായ നടത്തിപ്പ്, അതാണ് ഇനി ഉറപ്പാക്കേണ്ടത്. അതെ, അത് പ്രധാനമാണ്. ഇനി അടിസ്ഥാന സൗകര്യ വികസനവും പരിസ്ഥിതിയും, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. 2026ഓടെ 15,000 സ്റ്റാർട്ടപ്പുകൾ. അതുവഴി 1,00,000 തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനാണ് ലക്ഷ്യം. പിന്നെ മാലിന്യ സംസ്കരണ സംവിധാനമില്ലാത്ത കടകൾക്ക് ലൈസൻസ് കിട്ടില്ല എന്നൊരു പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. അത് കർശനമായ നടപടിയാണ്. 8 ജില്ലകളിൽ മാലിന്യത്തിൽ നിന്ന് ഊർജമുണ്ടാക്കാനുള്ള പ്ലാന്റുകൾ വരുന്നു. പാലക്കാട് അതിന്റെ നിർമ്മാണം തുടങ്ങി. ഇതൊക്കെ നല്ല നീക്കങ്ങളല്ലേ? തീർച്ചയായും. ഈ മാലിന്യ സംസ്കരണം എന്നത് കേരളം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണല്ലോ. അതെ. അതിന് ഒരു പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ വളരെ പ്രധാനമാണ്. അതേസമയം കൊല്ലത്ത് കടൽമണൽ ഖനനം ചെയ്യാനൊരു നിർദ്ദേശമുണ്ട്. അത് സാമ്പത്തികമായൊരു പക്ഷേ ഗുണം ചെയ്യുമായിരിക്കും. പക്ഷേ മത്സ്യസമ്പത്ത്, തീരദേശം, ഇതിനെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നൊരു പേടിയുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. ശാസ്ത്രീയ പഠനം കഴിഞ്ഞ് അനുമതി നൽകൂ എന്ന് കേന്ദ്രം പറയുന്നുണ്ട്. എന്നാലും ഇത്തരം പദ്ധതികളിൽ ആ വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള ഒരു ബാലൻസ് കണ്ടെത്തണം. അതെളുപ്പമല്ല. പുഴമണൽ ഖനനം ഇപ്പം നിയമവിധേയമല്ല. എന്നാലും അതിലൂടെ ഒരു 10,000 കോടിയുടെ വരുമാന സാധ്യതയുണ്ടെന്ന് റവന്യൂ വകുപ്പ് പറയുന്നു. അതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാം. അതെ. കാർഷിക മേഖലയിൽ ഡ്രോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയെന്നത് അതെന്താ സംഭവം? ഉൽപ്പാദനം കൂട്ടാൻ സഹായിക്കുമോ? ഡ്രോൺ സാങ്കേതികവിദ്യയ്ക്ക് സാധ്യതയുണ്ട്, വളമിടാനും മറ്റും. പക്ഷേ നെല്ലുൽപാദനം കഴിഞ്ഞ വർഷത്തേക്കാൾ 10.5% കുറഞ്ഞു എന്നും ഒരു കണക്കുണ്ട്. അതെന്താ കാരണം? അതിന് പല കാരണങ്ങളുണ്ടാവാം. ഈ കാലാവസ്ഥാ വ്യതിയാനം, പിന്നെ UV റേഡിയേഷൻ കൂടുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. കാസർഗോഡ്, തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ കുടിവെള്ളക്ഷേമം വളരെ രൂക്ഷമാണ്. ഇതെല്ലാം കാർഷിക മേഖലയെ ബാധിക്കുന്നുണ്ടാവാം. ശരിയാണ്. നെല്ലുൽപാദനം കുറഞ്ഞത് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ സൂചനയാവാം. ഇത് നമ്മുടെ ഭക്ഷ്യസുരക്ഷയും ബാധിച്ചേക്കാവുന്ന കാര്യമാണ്. അപ്പോൾ KS പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതിൻ്റെ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളും അതൊക്കെ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. തീർച്ചയായും. ഈ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ മറ്റു മേഖലകളിലും കാണുന്നുണ്ടല്ലോ.
തിരുവനന്തപുരത്ത് PSCയുടെ ചരിത്രം പറയുന്നൊരു മ്യൂസിയം വന്നില്ലേ? ആഹാ, വന്നു. പിന്നെ കൈറ്റ്, നമ്മുടെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, സാധാരണക്കാർക്ക് AI ടൂളുകൾ പഠിപ്പിക്കാൻ AI എസെൻഷ്യൽസ് എന്നൊരു ഓൺലൈൻ കോഴ്സ് തുടങ്ങുന്നു. ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. അതെ, ഡിജിറ്റൽ സാക്ഷരത കൂട്ടാനും ചരിത്രബോധം നൽകാനുമൊക്കെ ഇത് സഹായിക്കും. അതുപോലെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് വയോജനങ്ങളുടെ ക്ഷേമത്തിന് സ്നേഹാലയം എന്ന പേരിൽ ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രായമായവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അത് സഹായിച്ചേക്കും. എന്നാൽ ഇതിനൊക്കെ ഒപ്പം തന്നെ ലഹരി ഉപയോഗം കൂടുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. ഓപ്പറേഷൻ ഡി-ഹണ്ട് വഴി 1400 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയെന്ന് പറയുന്നു. റാഗിംഗ് തടയാൻ കർശന നിയമം വേണമെന്ന് ഹൈക്കോടതി പറയുന്നു. കൈക്കൂലി കേസുകളിൽ ഉദ്യോഗസ്ഥർ പിടിക്കപ്പെടുന്നു. അപ്പോൾ ഭരണതലത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം എന്നുള്ള സൂചനകളാണിതൊക്കെ തരുന്നത്. അതെ അതെ. അപ്പോ പുതിയ സാധ്യതകളും വെല്ലുവിളികളും ഒരുമിച്ചാണ് വരുന്നത്. ഈ വേസ്റ്റ് സംസ്കരണത്തിന് അർബൻ മൈനിങ് അഥവാ സിറ്റി മൈനിങ് എന്നൊരു പരിപാടി വരുന്നുവെന്ന് കേട്ടു. അതെന്താണ്? അതൊരു പുതിയ ആശയമാണ്. നമ്മുടെ ഇലക്ട്രോണിക് മാലിന്യങ്ങളിൽ നിന്ന് ലിഥിയം, കൊബാൾട്ട് പോലുള്ള വിലപിടിപ്പുള്ള ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്ന രീതി. ഹരിതകർമ്മസേന വഴി ഇത് നടപ്പാക്കാനാണ് പ്ലാൻ. സീമെറ്റ് പോലുള്ള സ്ഥാപനങ്ങളുടെ സഹായം ഇതിന് വേണം. ഇത് പരിസ്ഥിതി സൗഹൃദപരമായ ഒരു പുതിയ സാധ്യതയാണ്. കൊള്ളാം. അതുപോലെ കരാറുകാരുടെ ബില്ലുകൾ വേഗത്തിലാക്കാൻ KEFT എന്ന ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സംവിധാനവും വരുന്നു. അതെ, അത് ഭരണപരമായ കാര്യക്ഷമത കൂട്ടാൻ സഹായിക്കും. ഈ പദ്ധതികളൊക്കെ നടപ്പാക്കുമ്പോഴുണ്ടാകാവുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ഒരു KS ഉദ്യോഗസ്ഥൻ മുൻകൂട്ടി കാണേണ്ടതുണ്ട്.